ഇന്ന് നമ്മള് അകത്തിരുന്നിട്ട് തന്നെയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. എന്നിപ്പോ ഇങ്ങനെ അസുഖം കാണിക്കണ്ട പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ആണ് ഇന്നലെ ഒന്ന് കാണിക്കാഞ്ഞത്. പിന്നെ ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ വരും എപ്പോഴും. അപ്പൊ വീഡിയോ എടുക്കാൻ സമയം ആരെങ്കിലും ആരെങ്കിലും എപ്പോഴും ഇവിടെ ആളാണ് കേട്ടോ. നമുക്ക് ഇന്നലെ സന്ധ്യച്ചിന്റെ മകളും ഒരുവരൊക്കെ വന്ന് കുട്ടിയൊക്കെ വന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് വൈകിട്ടാണ് പോയത്. പിന്നെ അടുത്തുള്ളവർ എല്ലാവരും വരും വർത്താനത്തിന്. ഇപ്പോഴും എല്ലാവരും വന്ന് ചായയൊക്കെ കുടിച്ചു അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അമ്മേൻ്റെ വർത്താനം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, നല്ലോണം അങ്ങോട്ട് ആയിട്ടില്ല, ലെവലായിട്ടില്ല. ഈ ചിരിക്കാൻ കുറച്ചേരൊക്കെ ഇരിക്കാം, പിന്നെ അപ്പം തന്നെ കിടക്കും അല്ലേ അമ്മ. പിന്നെ കഴിക്കാനൊക്കെ ഇപ്പോൾ കുറേയൊക്കെ തുടങ്ങിയിട്ടോ. ഛർദിയൊന്നുമില്ല, കുറച്ചൊക്കെ ചായയും ചെറിയ കഞ്ഞിയൊക്കെ. വേദനയാണ് മുഖ്യം. ഈ വയറ് ഇങ്ങനെ പിടിച്ചിട്ട് കുനിഞ്ഞാൽ നടക്കുക, പിടിച്ചേ നടക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല. ബാത്റൂമിലേക്ക് പോലും ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത ഇതാണ്. അപ്പോൾ ആ വേദന ഞാൻ ചികിത്സേൻ്റെ ആണോ അറിയില്ല, എന്താണെന്നറിയില്ല. അടിവയറിലൊക്കെ നല്ല വേദന അങ്ങനെയാണ്. അപ്പോൾ എന്നിപ്പോൾ അങ്ങനെ ഇതന്നെ പറയാനുള്ളത്. നല്ലൊരു ബെറ്റർ ആയിട്ട് നല്ല ഉഷാറായിട്ട് എന്തൊക്കെയാണ് എങ്ങനെയാവുമെന്ന് അറിയില്ലല്ലോ, എന്തൊക്കെയാണ് ആകാന്ന്. അപ്പോൾ നമ്മളെ കാത്തിരിക്കലുണ്ടാകും അസുഖത്തിൻ്റെ ഒക്കെ അറിയാൻ. അമ്മയുടെ കാര്യം വാട്സപ്പിലുണ്ടല്ലോ, ചിലർക്ക് അറിയില്ല നമ്മളെ നമ്പർ ഏത് തന്നെയാണ്, എന്നാലും അറിയാൻ ആകാംക്ഷ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പറയണത് കേട്ടോ. പിന്നെ എന്താ കേട് എടുത്തല്ലോ അവിടെ നിന്ന് വർത്താനം പറയാനൊക്കെ വയ്ക്കൂട്ടോ. എന്തെങ്കിലും പറഞ്ഞാലേ എല്ലാവർക്കും കേൾക്കണം. മെല്ലൊക്കെ പറയുള്ളൂ. ആദ്യത്തെ ആ ഒരു ഉഷാറില്ലാന്നുള്ളൂ. പിന്നെ എല്ലാവരും നമ്മളിങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. പിന്നെ ഷീജി ഇതുമല അടക്കല്, ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നല്ലേ. എപ്പോഴും അടുത്ത ആള് വേണം, അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെയാണ്. ബാത്റൂമിലേക്ക് പോകാനും മൂത്രമൊഴിക്കാനും എല്ലാവരും പോണ്ടേ. അതാണ്. അഥവാ ഒന്ന് കാലിന്റെ ബാലൻസ് തെറ്റിയാല് പിന്നെ വീഴാൻ പാടില്ലെന്ന് അത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാളെപ്പോഴും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മളെ കണ്ണ് വേണം. അതാണ്. എപ്പോഴും ചിലപ്പോൾ ഈ ഒരു ഇതേപോലെ ആവില്ലേ, ചിലപ്പോൾ കുഴക്കും ക്ഷീണോ ബുദ്ധിമുട്ടെല്ലാം വരും, വേദന വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചേച്ചിമാർ 2 ദിവസം ഉണ്ടായിരുന്നു, രണ്ടാളും. എല്ലാവർക്കും ഓരോരോ തിരക്കല്ലേ, അങ്ങനെ പോയതാണ്. ഇന്ന് വരാൻ പറഞ്ഞിരുന്നു മൂത്ത ചേച്ചി, പക്ഷെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അമ്മേൻ്റെ വിശേഷം കേട്ടോ. അഡ്മിഷൻ കിട്ടിയോ? നമ്മള് എപ്പോഴും അസുഖത്തിന്റെ കാര്യം പറയണ്ടേ. അസുഖത്തിന്റെ കാര്യം പറഞ്ഞ ആൾക്കാരെ പോരാടിപ്പിക്കണ്ടേ. എവിടെ കിട്ടിയ പറഞ്ഞു കാര്യം അറിയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ചോദിച്ച ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക എവിടെ കിട്ടിയ. ചെറുട് സ്കൂളിലാണ് കിട്ടിയത്. നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അമ്മ അങ്ങനെ അറിഞ്ഞിരുന്നു ചെറുടൊക്കെ കിട്ടിയാൽ മതിയെന്ന്. അവന് വരാനും പോകാൻ, അല്ലെങ്കിൽ ചാരങ്കാവിനെ കിട്ടണം അവന് പഠിച്ച സ്കൂളിൽ. നമുക്ക് ഇനിയിപ്പോ ഒന്നേ വന്നിട്ടുള്ളൂ ട്രയൽ. ഇനിയിപ്പോ മറ്റത് 15 തീയതി വരിക അടുത്ത അലോട്ട്മെന്റ്. അപ്പോൾ മാറിയോ എന്താണെന്ന് അറിയില്ല. തിരുവാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാരങ്കാവ് ചെറുകോട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് പോവാൻ ബസ്സില്ലെങ്കിലും നടന്നെങ്കിലും പോകാൻ പറ്റുന്ന ദൂരേ ഉള്ളൂ. കുറച്ചധികം നേരത്തെ അങ്ങോട്ട് ഇറങ്ങിയാൽ നടന്ന് തന്നെ പോവാം. പക്ഷെ നല്ല ചെറുകോട് കിട്ടി, കുഴപ്പമൊന്നുമില്ല എന്നാണത് അറിഞ്ഞത്. ചേർത്താൻ പോകുന്ന അതായില്ല, അത് ഇതൊക്കെ കഴിയണം. ഈ അലോട്ട്മെന്റ് 3 അലോട്ട്മെന്റാണ് വരിക. അത് 3 വരണം. ഒന്ന് ഞാൻ അടുത്തത് 15 തീയതി, ജൂൺ 15 തീയതി. അപ്പൊ നമ്മളെ മരുന്ന് കിട്ടിയിട്ടില്ല. ഇന്ന് രാത്രി കൊണ്ടുവരുന്ന ആളെ കിട്ടും. ഒരു ചേച്ചി കമന്റ് ഇട്ടായിരുന്നു ഒരു സ്ഥലത്തിലായാലും വേണ്ടവര് അവിടെ ഇല്ല, അവിടെ അന്വേഷിച്ചു. പിന്നെ ഓരോ കമ്പനി ഇല്ല, കുറെ സ്ഥലത്ത് അന്വേഷിച്ച അവസാനം കിട്ടി. പിന്നെ നമ്മളോട് ഇവിടുന്ന് പറഞ്ഞിരുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെ ചേച്ചി പറഞ്ഞിരുന്നല്ലോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചേച്ചി പറഞ്ഞിരുന്നു നിങ്ങൾ ആഴ്ചയിലൊന്ന് നോക്കൊണ്ടുവന്ന്. അങ്ങനെ ആഴ്ച പറഞ്ഞ മെഡിക്കൽസിലുണ്ട്. ഒരു ഇല്ലെങ്കിൽ ഒരു ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞാൽ എത്തിച്ച് തരുന്നു. അപ്പം കിട്ടി. പിന്നെ ഉണ്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, പക്ഷെ ഹോസ്പിറ്റലിൽ ഇതല്ല, അതിന്റെ വേറെ ഗുളികയൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് ഹോസ്പിറ്റലിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റിലൊക്കെ. അപ്പൊ നമുക്ക് അവിടെ പോയി വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് അത്രയും ദൂരല്ല എന്ന് യാത്ര രാവിലെ വൈകുന്നേരം കഴിയില്ല. അത്യാവശ്യം ദൂരമുണ്ട്. പണ്ടൂരിക്ക് 8 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നമുക്ക് അമ്മേനെ കൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. പോവല് നമുക്ക് യാത്രത്തിന്റെ ഇതുണ്ടല്ലേ, ഇരിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യണം. വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോ
കുഴപ്പമില്ല. ഫസ്റ്റ് ദിവസം ഒരു ഇടങ്ങാറുണ്ടായിരുന്നു. അപ്പൊ ചെയ്യുമ്പോ എന്തായാലും ഉണ്ടാവില്ലേ, അമ്മയ്ക്ക് ഇടങ്ങാറുണ്ടായിരുന്നു, എനിക്ക് ഇടങ്ങാറുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. അങ്ങനെ അന്ന് മരുന്നൊക്കെ കുറച്ച് പുറത്തേക്കൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പേടിച്ച് ദൈവം എങ്ങനെ ശരിയാവൂലേ കഴിയില്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെന്താ വെച്ചാൽ നമുക്ക് പിന്നെ വേറെ ഉണ്ട്, വാട്സാപ്പിൽ കുറെ മെസ്സേജ് നമുക്ക് നോക്കാൻ കഴിയണില്ല. കാരണം അമ്മേൻ്റെ ആൾക്കാർ ഫുൾ ടൈം ആണ്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങള് ഒക്കെ പറയണ്ട ഞാനല്ല. അതെ, വീട്ടിലെ കാര്യങ്ങള് വീട്ടുപണിയില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വീഡിയോ എടുക്കല്, നമുക്ക് ഡ്രസ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ടില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഇപ്പൊ ഡ്രസ്സൊന്ന് കാണിച്ചു കൊടുത്തത്. നമുക്ക് ഡ്രസ്സ് ഉണ്ടോ ഇല്ലേ നമ്മൾ പറഞ്ഞെങ്കിലല്ലേ ആൾക്കാർ അറിയുള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ പിന്നെ എനിക്കും തന്നെ അമ്മയ്ക്ക് വയ്യാതെ നന്ന് തുടങ്ങിയത് ജലദോഷം, ഈ തലവേദനയും മൈഗ്രൈനുള്ള കാരണം ജലദോഷം പിടിക്കരുത് പറഞ്ഞതാ. പക്ഷെ ആ പറശ്ശിനിക്കാട് പോയെന്ന് അവിടെ വെള്ളം മാറിയിട്ട് തോന്നുന്നു. അന്ന് വന്നതിന് ശേഷം എനിക്ക് വേദനയൊക്കെ തുടങ്ങി, മൊത്തം വേദന ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പാരസെറ്റമോൾ ഇങ്ങനെ കയറ്റി ഇങ്ങനെ നടക്കണത്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇങ്ങോട്ട് ഒപ്പിച്ചിട്ട് പോകാൻ പറ്റണില്ല. അതാണ്. പിന്നെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു കച്ചിത്തുരുമ്പാണ്, നമ്മളത് ഒഴിവാക്കാൻ പറ്റൂല. എത്ര ആയാലും ഉള്ള ഡ്രസ്സ് കാണിച്ച് കൊടുത്തിരുന്നു. ഞാനങ്ങനെ കാണിച്ചു തരുന്ന ഒരു ഷോട്ട് അത് വേണ്ടാന്ന് വെക്കാൻ പറ്റൂല. അതാണ്. പിന്നെന്താ അപ്പൂസ് കൊറേ നേരമായി ചക്കക്കുരു കുഴിച്ചിട്ട് മന്തി വെക്കാൻ പയറുംകുരുണ്ട്. ആ മണ്ണ് അങ്ങോട്ട് ഇട്ടിട്ട് ആ പയറുംകുരി വെച്ചിട്ട് ആ മണ്ണേ പിന്നെ എന്താ പറയുക മുളകും തൈൻ്റെ മറ്റിക്ക് കുറേ ഇവിടെ കുറേ മുളകും തൈൻ്റെ മറ്റിക്ക് ആ മണ്ണിടുന്നു. മണ്ണിടാനിട്ടാണ് അങ്ങനെ വരുന്നത്. മുളക് തൈ ഇഷ്ടം പോലെ മുളക് ഉണ്ടായിട്ട് ഒന്ന് കാണിച്ചു തരേ. മണ്ണിടണ രണ്ട് ഭാഗത്തും മുളകിന്റെ അതാണ് മറിഞ്ഞു വീണല്ലേ. ഈ മണ്ണ് അതിനാണ് ഇട്ടേക്ക് നെയ്ച്ച് പോകാൻ. ഞാന് ഇത്ര തോരൻ നെയ്മല് മുളകുണ്ടോന്ന് വിചാരിച്ചില്ല കേട്ടോ. ഫസ്റ്റ് ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും മുളകും തൈ വെച്ചിട്ട് ഇതുമ്പോ എന്താ കായല്ല പൂവില്ല വിചാരിച്ചിരുന്നു. ഇപ്പൊ നമുക്ക് പോയ ഇഷ്ടം പോലെ പറിച്ചിട്ട് പോരാ. ഒരു നല്ല സന്തോഷം. പച്ചമുളക് നമ്മൾ അടുക്കളയിൽ എത്ര തികച്ചാലും തികയില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഈ കൂട്ടത്തൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ കിട്ടിയ വലിയൊരു ആശ്വാസം സഹായമാണല്ലേ. അതുകൊണ്ട് അന്ന് ഞാൻ വിചാരിച്ച് ഇപ്പൊ വിചാരിക്കുക അന്നാ വഴുതനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇന്നൊക്കെ എടുത്തിട്ട് അമ്മ ഒരു ഉപ്പേരി വഴുതനൊക്കെ പോയാൽ പൊട്ടിച്ച് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്ത്. അവനവൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു വില ഉണ്ടാവില്ല. വഴുതന ഇവർ ആരും തൊടൂല. അതേപോലെ തന്നെ കോവയ്ക്കപ്പേരി ഉണ്ടാക്കിയാല് പിന്നെ വിളമ്പി കൊടുക്കലാണ് ചോറിക്ക്. എന്നാ വലിയ ഇത് ഗമ കാട്ടി നിക്കല്ല. പക്ഷെ അത് അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. പ്രൈവറ്റിക്ക് പോകാനാണ് വരുത്തരുതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ പേരട്ടോ ഞങ്ങളെ പണി ചെയ്യുന്നോട്ടത് ഈ ഒരു തെങ്ങിന് എങ്ങനെയെങ്കിലും ഈ തെങ്ങൊന്ന് മെച്ചപ്പെട്ട് കാണാൻ വേണ്ടി ഉള്ളതാ. അപ്പൊ വളം വാങ്ങിക്കൊടുന്നു. മറ്റേ ആദ്യത്തെ വളമൊക്കെ ഞങ്ങൾക്ക് വരും. അതാണ് അതാ എന്താ ചെയ്തോ ആദ്യത്തെ ചണ്ടി കുണ്ടാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അങ്ങോട്ട് കോരി കയറ്റിയതിൻ്റെ ശേഷം പിന്നെയാണ്. അപ്പോൾ ഇപ്പൊ താത്തക്ക് എല്ലാം അറിയാം. നമ്മളെ കഴിഞ്ഞ താത്തക്ക് ഇതൊക്കെ ഉള്ളല്ലേ, തെങ്ങും വാഴയും ഇതൊക്കെ ഉള്ള കഴിഞ്ഞ. അപ്പോൾ എനിക്ക് വളമൊക്കെ ഇട്ട് ശീലമുണ്ട്. അപ്പോൾ പറയാ ആ മണ്ണാ വേണ്ടത് എന്ന്. കാരണം ഇതിലല്ലേ വളക്കൂറുള്ളത്. ഇത് എവിടെ കിട്ടിയ ഇത് ഇങ്ങനെ കിട്ടിയ അതായില്ലേ. ഇത് രാവിലെ ഞാൻ പറിച്ചു തിന്ന്. എന്നിട്ട് ഇപ്പൊ നല്ലൊരു ഉപ്പേരിക്ക് കിട്ടി. അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഞാന് പറിച്ചതാ. ഓയ് അമ്മ കിടക്കുക ഞാൻ തടണേ. നമുക്ക് അതിന് ചെയ്യണ്ടേ? ഞാൻ കൊത്തിത്തരാം. ഇവിടെ ഇതിന് നമുക്ക് ഇതിന് ഇതൊന്ന് തടം തയ്യാണ്ട് റെഡിയാക്കാം. ഇപ്പൊ ഏകദേശം ഏരിലേക്ക് വന്നു കേട്ടോ. ഇന്ന് പണി തന്നെയല്ലേ. എന്തായാലും മഴയൊന്നുമില്ല. അല്ലെ ക്യാമറ അടിക്കുക അല്ലെങ്കിൽ അതെ വിട്ട അങ്ങനെ പൊന്താൻ ഇട്ട് കൊടുക്കാം. പൊന്താ അമ്മ റൂമിൽ വിളിച്ചു പറയുന്നുണ്ട് മുളകിന് മണ്ണിടാം. അല്ല ഇത് വരണം നമുക്ക് കേട്ടോ മുളകിനെ. അപ്പൊ ഇത് വെട്ടിക്കോ. അപ്പൊ എന്താ ഒന്നായിട്ട് എടുത്തിട്ട് അപ്പുറത്തോടെ പോയിക്കോ. എന്തൊക്കെ ഉണ്ടോ നോക്കാം. നോക്കണ്ട അപ്പൂസിന്റെ മീൻ എന്താ അത് വെട്ടിലേശം ഏല കേട്ടോ. ആ അത് അവിടുത്തെ ആ റോട്ടുമ്പത്തെ അവിടെ ഇതൊക്കെ വെട്ടിക്കോ.
ഇട്ടോടുക സീമൊക്കെ തന്നെ ഫുള്ളിട്ടരുത് അങ്ങനെ ഇട്ട് വന്തയ്ക്കാണ് ഇലക്ക് ഇല മാത്രം കേട്ടോ വല്ല കൊമ്പിട്ടണ്ട പോരാ എന്താ കേട്ടോ ഫുള്ളോട് കൊണ്ടിടാറോ കുറേ മണ്ണിടാം കൊണ്ടിടണം നമ്മളിവിടെ പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഇറങ്ങിയോട്ടെ വിചാരിച്ചിട്ടാണ് പേപ്പട്ടി ഇറങ്ങിയിട്ട് അവരോട് ജാഗ്രത പാലിക്കാൻ പറയുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം കുട്ടികളെ വലിയവരൊക്കെ ശ്രദ്ധിക്കട്ടോ നമ്മളെ ഇവിടെ ഒരാളെ കടിച്ചിട്ടുണ്ട് അടുത്തുള്ള സ്ഥലത്ത് തന്നെ പിന്നെ വേറെ വീട്ടിൽ കയറി കടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു ഒറ്റപ്പട്ടി ഇങ്ങനെ അലഞ്ഞു നടന്ന് വീട്ടിൽ പോയിക്കോളിട്ടോ പട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഫോണിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാൻ കുട്ടികൾ മാത്രമല്ല വലിയവരോടും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാലക്കോട് ചുള്ളി മേലെണ്ണം ഇത് കൂടെ ആലിക്കോട് നിരന്നപറമ്പ് ഈ ഭാഗത്ത് കൂടെയാണ് കേട്ടോ നമുക്ക് നമ്മൾ ചുറ്റുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ആയിക്കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ആരെയൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. അപ്പോൾ കുറച്ച് പണിയുണ്ട് നമ്മൾ വെറുതെ വീട് നീട്ടില്ല നാളെ കാണാല്ലേ. ആ കേബേജിൻ്റെ ഇത് കണ്ടോ നാളെ കേട്ടോ. ആ കേബേജ് ഇത്ര അല്പായി നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഏറെ ഇൻട്രസ്റ്റ് വരിക. ഈ കോവയ്ക്ക നോക്കിയേ പോണ കരണ്ട് പള്ളിയിൽ കൂടെ ഉണ്ട്. അപ്പം ഇനി എന്താ പ്ലാൻ എന്നറിയാം, വീടിൻ്റെ മുകളിൽ വല കെട്ടി കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കായ നമുക്ക് ഉണ്ടാവും. ഇഷ്ടംപോലെ ഇങ്ങനെ തന്നെ നോക്കാഞ്ഞിട്ട് നല്ല കായ ഉണ്ട്. കിലോക്ക് കണക്കിന് കായ നമ്മൾ പറിക്കുന്നുണ്ട്. വലിയൊരു കീസ് നിറച്ച് കൊണ്ടുപോയി എന്ത് കോവയ്ക്ക ചിക്കു കൊണ്ടുപോയി. പിന്നെ അതേപോലെ കോവയ്ക്ക. അപ്പം അതൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നായിട്ട് കിട്ടൂല. പിന്നൊക്കെ അതിങ്ങനെ ഉണ്ടായി വളർന്നുണ്ടായി വരുമ്പോൾ നമുക്ക് പറിക്കാൻ പറ്റും, നമുക്ക് ഒരു ഇതുണ്ടാവും. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് പണികൾ ചെയ്യേണ്ടതൊക്കെ മുളകിന് കൊണ്ടിടാൻ തൊഴിലുറപ്പായിട്ട് നിന്ന് വാങ്ങിയ മണ്ണാണ്. അതൊക്കെ ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പം ഇനി നാളെ നല്ല വിശേഷമായിട്ട് അപ്പൂസിന് അമ്മയ്ക്ക് നല്ല ഓക്കെ ആയിട്ടൊക്കെ കണ്ട് നല്ലൊരു വാർത്താ വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.